ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ജെർമിയ, ചാപ്റ്റർ 4. 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവമായ കർത്താവ് യിരെമ്യാവിനെ ഇസ്രായേലിന്റെ പോരായ്മകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ നിയോഗിക്കുന്ന ഒരു ഭാഗമാണിത്. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ പാതകം വിശ്വാസത്യാഗം അവർക്ക് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ദൈവത്തിന് ഏറ്റവും സഹിക്കവയ്യാത്തതും ഏറ്റവും വെറുക്കപ്പെടുന്നതും ഏറ്റവും ശിക്ഷാർഹവുമായിരിക്കുന്ന കുറ്റമാണ് സത്യദൈവത്തെ വിട്ട് മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോവുക എന്നുള്ളത്. അവർ ദൈവത്തോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. കാരണം ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ ആരാധിപ്പാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവം യിരെമ്യാ പ്രവാചകനിൽ കൂടി ഇസ്രായേൽ മക്കളെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ക്ഷണിക്കുന്നു. വേദപുസ്തകത്തിലെ അതിപ്രധാനമായ സന്ദേശങ്ങളിലൊന്നാണ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. വേഴ്സ് 1-3. ദൈവത്തിന് ഇസ്രായേൽ മക്കളോടുള്ള പ്രത്യേക കരുതൽ ഈ വാക്യത്തിൽ മുഴങ്ങിക്കേൾക്കാം. അവരുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ അവരെ ദേശത്ത് നിന്നും തള്ളിക്കളയുകയില്ല എന്നാണ് ദൈവം അവരോട് പറയുന്നത്. ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിനക്കിനിയും സാധ്യതയുണ്ട്. മനം തിരിയുക, മാനസാന്തരപ്പെടുക, ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞ് മടങ്ങി വരിക. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ വിഗ്രഹങ്ങളെ പലതും ഉപേക്ഷിക്കേണ്ടി വരും. ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞ് മടങ്ങി വന്നാൽ അലയേണ്ടി വരികയില്ല. ഇന്ന് മനുഷ്യർ ദൈവപ്രസാദം ലഭിക്കാൻ വേണ്ടി, ശാപം മാറാൻ വേണ്ടി, ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അലഞ്ഞു നടക്കുന്നു. മനുഷ്യനെ അലയാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതല്ല. നമ്മൾ അലഞ്ഞും വലഞ്ഞും ജീവിതം കയ്പും ഭാരവുമായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടവണ്ണം തിരിയാതെ, മാനസാന്തരപ്പെടേണ്ടവണ്ണം മാനസാന്തരപ്പെടാതെ, വിട്ടുകളയേണ്ട വിഷയങ്ങൾ വിട്ടുകളയാതെ, പാപത്തെ വെറുക്കാതെ നമ്മുടെ അലച്ചിൽ തീരില്ല. ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞ് മടങ്ങി വന്നാൽ അലയേണ്ടി വരികയില്ല. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ നിലവാരത്തിൽ ജീവിച്ച് ദേശത്തിന് ഒരനുഗ്രഹവും ഒരു പുകഴ്ചയുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും രക്ഷപ്പെടുവാനുള്ള ഉപദേശം കൊടുക്കുന്നു. നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. നല്ല വിത്താണ് കയ്യിലിരിക്കുന്നത്. അത് മുളച്ച് പാകപ്പെട്ടു വന്നാൽ ഉപജീവനം കഴിക്കാവുന്നതും സമൃദ്ധി ഉണ്ടാകുന്നതും കളപ്പുരകൾ നിറയ്ക്കുന്നതുമാണ്. പക്ഷേ അത് കൊണ്ടുപോയി മുള്ളുകൾക്കിടയിൽ വിതച്ചാൽ ആർക്കുമില്ലാതെ പോകും, കൊയ്ത്ത് നടക്കുകയില്ല താനും. ഇവിടെ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, കണ്ണുനീരും എല്ലാം ദൈവമുമ്പാകെ ഒരു വിതയാണ്. നമ്മൾ രാവിലെ കുറേ നേരം ദൈവസന്നിധിയിൽ വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. പക്ഷേ അതിനു മുമ്പേ നമ്മൾ നിലം ഒരുക്കിയിട്ടേ വിതയ്ക്കാവൂ. അത് കൊണ്ടുപോയി മുള്ളുകൾക്കിടയിൽ വിതച്ചാൽ യാതൊരു പ്രയോജനവും ഇല്ലാതെയാകും. മുള്ളുകൾ എന്ന് പറയുന്നത് പാപത്തിന്റെ പരിണത ഫലവും ഈ പറയപ്പെടുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളുമാണ്. അതിനിടയിൽ നാം വിതയ്ക്കുന്നുണ്ട്, പക്ഷേ ഒരു ഫലവും കിട്ടുന്നില്ല. അതിന് ദൈവം പറയുന്നത് തരിശു നിലമെന്നാണ്. തരിശു നിലം എന്ന് പറഞ്ഞാൽ അത് ഒരു മരുഭൂമിയാണ്. അവിടെ ഒന്നുമില്ല, മുള്ളില്ല, പറക്കാരെയുമില്ല. ദൈവം ആഹ്വാനം കൊടുക്കുന്നു, അത് നിങ്ങൾ ഉഴുതുക, അവിടെ വിതയ്ക്കുക. വിതയ്ക്കേണ്ട വിധം വിതച്ചാൽ അതിനൊരു ഫലമുണ്ടാകും. മുള്ളുകൾക്കിടയിൽ വിതച്ചാൽ മുള്ളു ഞെരുക്കിക്കളയും. ഇസ്രായേലിന് വിരോധമായി വടക്ക് നിന്ന് ബാബിലോണ്യ സൈന്യം ശത്രു വരാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് പറയുവാനുള്ള ദൗത്യം ദൈവം യിരെമ്യാവിനെ ഏൽപ്പിക്കുന്നു. വേഴ്സ് 4-6. യെരുശലേം നിവാസികൾ ബാഹ്യമായ ഒരു പരിച്ഛേദന കൊണ്ട് അവർക്കെല്ലാമായി എന്ന് നിരൂപിച്ചു. അത് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അംഗമാകുവാനുള്ള ആചാരത്തിനപ്പുറത്തെ ദൈവത്തിന്
അതിനൊരു വ്യക്തമായ ആത്മീക മൂല്യം ഉണ്ടായിരുന്നു. യിരെമ്യാവ് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പറയുന്നു, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ദൈവത്തിൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. അവരുടെ ഹൃദയ പരിച്ഛേദന ചെയ്ത് അവർ ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ളതായിരുന്നു. അവർ തങ്ങളുടെ പാപം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം, അല്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും കൊടുക്കുന്നു. തുടർന്ന് യിരെമ്യാവ് അവരോട് പറയുന്നത്, വടക്ക് നിന്നൊരു ശക്തി അവർക്ക് നേരെ വരുന്നു എന്നാണ്. അത് ബാബിലോൺ ആയിരിക്കും. അത് യഹൂദയെ നശിപ്പിക്കും. വടക്കേ രാജ്യമായ ഇസ്രായേൽ അടിമത്തത്തിലേക്ക് പോകുന്നത് തെക്കേ രാജ്യമായ യഹൂദ കണ്ടതാണ്. ആ അനുഭവത്തിൽ നിന്നും തങ്ങൾക്ക് തന്നെ ഒരു മുന്നറിയിപ്പെടുക്കാൻ യിരെമ്യാവ് യഹൂദ ജനത്തോട് പറയുന്നു. ഇപ്പോൾ ദൈവം യഹൂദയ്ക്ക് വടക്കെ ഒരു വലിയ ശക്തിയെ എഴുന്നേൽപ്പിക്കുന്നു. ആ ശക്തി ഇവരുടെ മേൽ വന്ന് അവരെ നശിപ്പിക്കും. വേഴ്സ് 7-13. ഇസ്രായേലിന് വിരോധമായി വടക്ക് നിന്ന് ശത്രുവായ ബാബിലോൺ കയറി വരുന്നു. 5 വിധത്തിലാണ് ശത്രുവായ ബാബിലോൺ കയറി വരുന്നത്. ദൈവം കോപിച്ചാൽ 4 സൈഡിൽ നിന്നും ശത്രുക്കൾ ആക്രമിക്കും. ഒന്നാമതായി സിംഹത്തെ പോലെ. സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു. അവിടെ സിംഹം ഇളകിയിട്ടുണ്ട്. സിംഹത്തെ പോലെ ബാബിലോൺ പള്ളക്കാട്ടിൽ അല്ലെങ്കിൽ ഒതുങ്ങിക്കിടക്കുന്ന കാട്ടിൽ നിന്ന് ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റിരിക്കുന്നു. അത് വേഴ്സ് 7 നമുക്ക് കാണാം. 2 വേഴ്സ് 11 കാണാം ഉഷ്ണക്കാറ്റ് പോലെ. മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ്, മരുഭൂമിയിലെ തീക്കാറ്റ്, സഹിക്കാൻ പറ്റാത്ത ഉഷ്ണക്കാറ്റ് വലിയ പൊടിയായി മനുഷ്യന്റെ മേൽ വീണിരിക്കുന്നു. 3 വേഴ്സ് 13 കരിമേഘങ്ങൾ പോലെ. അവൻ മേഘങ്ങളെ പോലെ കയറി വരുന്നു. കരിമേഘങ്ങൾ ആകാശത്തുരുണ്ടുകൂടുന്നത് പോലെ അവ അലച്ചു തല്ലി പെയ്തിറങ്ങുന്ന വലിയ പെരുമഴ പോലെ കയറി വരുന്നു. ഇനിയും വേഴ്സ് 13 നമുക്ക് കാണാം ചുഴലിക്കാറ്റ് പോലെ. ഭയങ്കര ശക്തമായ ചുഴലിക്കാറ്റ്. വൃക്ഷങ്ങൾ വീഴുന്നു. ദേശത്ത് വലിയ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. വേഴ്സ് 13 നമുക്ക് കാണാം കുതിരകൾ പോലെ. കുതിരകൾ കഴുക്കളെക്കാളും വേഗതയുള്ള കുതിരകൾ. അങ്ങനെ 5 പ്രത്യേക നിലവാരത്തിൽ സിംഹത്തെ പോലെ, ഉഷ്ണക്കാറ്റ് പോലെ, കരിമേഘം പോലെ, ചുഴലിക്കാറ്റ് പോലെ, ശക്തിയുള്ള കുതിരകളെ പോലെ ബാബിലോൺ ഇസ്രായേലിനെതിരെ കയറി വരികയാണ്. ഈ കാര്യങ്ങൾ ദൈവം യിരെമ്യാവിൽ കൂടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവർ വരുമ്പോൾ സംഭവിക്കുന്നത് വേഴ്സ് 7 ജാതികളുടെ സംഹാരകൻ ദേശത്തെ ശൂന്യമാക്കുവാൻ പുറപ്പെട്ടിരിക്കുന്നു. അവൻ പട്ടണങ്ങളെ നിവാസികളില്ലാതെ വണ്ണം നശിപ്പിക്കും. വേഴ്സ് 9 അന്നാളിൽ രാജാവിന്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും. പുരോഹിതന്മാർ ഭ്രമിച്ചും പ്രവാചകന്മാർ സ്തംഭിച്ചും പോകും. യിരെമ്യാവ് യെരുശലേമിലെയും യഹൂദയിലെയും ജനങ്ങളെ വാൺ ചെയ്യുന്നു. വരാൻ പോകുന്ന നാശത്തെ ഓർത്ത് രട്ടെടുപ്പീൻ, വിലപിച്ച് മുറയിടുവീൻ. യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറിയിട്ടില്ലല്ലോ. Jeremiah said, "So put on sackcloth, lament and wail, for the fierce anger of the Lord has not turned away from us." ഇനിയും വേഴ്സ് 14-18. ദൈവം ഇപ്പോഴും യെരുശലേം നിവാസികളോട് പറയുന്നു, ഞാൻ ഇന്നും നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. നീ രക്ഷപ്പെടേണ്ടതിന് നിന്റെ ഹൃദയം പരിച്ഛേദന കഴിക്കുക. നിന്റെ ഹൃദയത്തിന്റെ ദുഷ്ടത കഴുകിക്കളക. നീ വളരെ കാലം എങ്ങനെ ഈ ദുഷ്ടതകൾ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയം കടുപ്പിക്കും? ദാനിൽ നിന്ന് യെരുശലേമിനോട് ഉറക്കെ ഘോഷിച്ചു പറയുക, ദാൻ ലൊക്കേറ്റഡ് അറ്റ് നോർത്തേൺ സിറ്റി ഓഫ് ഇസ്രായേൽ. വേഗത്തിൽ പശ്ചാത്തപിക്കുക, നിനക്ക് ന്യായവിധി വരുന്നു. എഫ്രൈം വാസ് ലൊക്കേറ്റഡ് ഇൻ എ നോർത്തേൺ കിങ്ഡം ഓഫ് ഇസ്രായേൽ നിയർ ജെറുസലേം. അവിടെ മലയിൽ നിന്ന് അവരുടെ നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക. യഹോവ യെരുശലേമിനോടും യഹൂദയോടും അവരുടെ വഴിപിഴച്ച ദുർനടപ്പാണ് അവരുടെ ന്യായവിധിക്ക് കാരണമെന്നും അതിന് കാരണക്കാർ അവർ തന്നെയാണെന്നും
അത് കയ്പായി അവരുടെ ഹൃദയത്തിൽ കടന്ന് എല്ലാവിധ മ്ലേച്ഛതകൾക്കും ദുഷ്ടതയ്ക്കും കാരണമാകുമെന്ന് ദൈവം യിരെമ്യാ പ്രവാചകനിൽ കൂടി മുന്നറിയിപ്പ് നൽകുന്നു. വേഴ്സ് 19-22. ദൈവവുമായുള്ള ബന്ധത്തിൽ യെരുശലേമിനും യഹൂദയ്ക്കും വരുവാൻ പോകുന്ന നാശത്തെ ഓർത്ത് യിരെമ്യാവ് വിലപിക്കുന്നു. അതവനിൽ ആത്മഭാരം ഉളവാക്കി. മനസ്സിന് താങ്ങാൻ വയ്യാത്ത ഭാരം. ദേശത്തിന്മേൽ പതിക്കുന്ന അനർത്ഥത്തെ ഓർത്ത് യിരെമ്യാവ് വ്യാകുലപ്പെടുന്നു. യിരെമ്യാവ് നെടുവീർപ്പിട്ട് പറയുന്നു, അയ്യോ, എൻ്റെ ഉദരം, എൻ്റെ ഉദരം, എനിക്ക് വയറ്റിൽ വലിയ നോവ് കിട്ടിയിരിക്കുന്നു, എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ ഈ സമയം എങ്ങനെ മിണ്ടാതിരിക്കും, എനിക്കിനി ഒതുങ്ങിയിരിക്കാൻ പറ്റാത്ത സ്ഥിതി. ഞാൻ സൈന്യത്തിൻ്റെ കാഹളനാദം കേൾക്കുന്നു, യുദ്ധത്തിൻ്റെ ആർപ്പവിളിയും കേട്ടിരിക്കുന്നു, എന്തൊക്കെയോ ദേശത്ത് സംഭവിപ്പാൻ പോകുന്നു. ദേശത്തിന്, ജനത്തിന് വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് യിരെമ്യാവ് അസ്വസ്ഥനാകുന്നു. യിരെമ്യാവിൽ കൂടി നമ്മൾ പഠിക്കുന്നത് ദേശത്തിന് വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് നമ്മൾക്ക് ഒരാത്മ ഭാരം വേണം. ആ വിഷയം നമ്മൾ ദൈവസന്നിധിയിൽ വെക്കണം. ഈ നശിച്ചു പോകുന്ന ജനതയെ, ദേശത്തെ ഓർത്ത് ദൈവത്തിന് എന്തു വേദനയുണ്ട്. യിരെമ്യാവ് ദേശത്തോടും ജനത്തോടും നാശത്തിന്മേൽ നാശം വരാൻ പോകുന്നുവെന്ന് വിളിച്ചു പറയുന്നു. നെബൂഖദ്നേസർ തന്റെ വലിയ സൈന്യവുമായി വന്ന് യെരുശലേമിനെയും യഹൂദയെയും നശിപ്പിക്കും. ഡിസാസ്റ്റേഴ്സ് വിൽ ഫോളോ വൺ അനദർ ആൻഡ് ദ എൻ്റയർ ലാൻഡ് വിൽ ബി റൂയിൻഡ്. അതുപോലെ യിരെമ്യാവിന്റെ കൂടാരവും ഒരു ക്ഷണത്തിൽ നാശത്തിനിരയായി കവർച്ചയായി പോകുന്ന യിരെമ്യാവ് വ്യാകുലപ്പെടുന്നു. Jeremiah is lamenting the foolishness of his people and the coming war. He is asking how long the war will continue. ദൈവം പറയുന്നു, എൻ്റെ ജനം ഇന്നും ഭോഷന്മാർ, അല്ലെങ്കിൽ മൈ പീപ്പിൾ ആർ ഫൂളിഷ്, ദേ ഹാവ് നോട്ട് നോൺ മീ. അവർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. നന്മ ചെയ്യുന്നതിനേക്കാൾ അവർ ദോഷം ചെയ്യാൻ സമർത്ഥരാണ്. The Israelites' lack of knowledge of God led to their judgment. Verse 23-26. യഹൂദ ജനം തകർച്ചയിൽ പോയിട്ടും അവർക്ക് യാതൊന്നും ഒരു പ്രശ്നമായി അല്ലെങ്കിൽ തെറ്റായി അവർക്ക് തോന്നിയില്ല. അവരുടെ ഇടയിൽ ആത്മീയ കണ്ണുകൊണ്ട് യിരെമ്യാവ് നോക്കിയപ്പോൾ കണ്ടത് പാഴും ശൂന്യവുമായി കിടക്കുന്ന ഭൂമിയെയാണ്. പിന്നെ ആകാശത്തെ നോക്കിയപ്പോൾ അത് ദൈവകോപം കൊണ്ട് പ്രകാശമില്ലാതെ വളരെ ഇരുണ്ടായി കണ്ടു. ഇവിടെ ഇരുണ്ടതായി കണ്ടത് യഹൂദയുടെ വലിയ പാപം കൊണ്ട് ദേശത്ത് സംഭവിക്കുന്ന നാശമാണ്. ദൈവകോപം ഉണ്ടായാൽ മനുഷ്യന്റെ എല്ലാ അധികാരവും ശക്തിയും ക്ഷയിച്ചു പോകും. യിരെമ്യാവ് പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകൾ എല്ലാം ആടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ ഒന്നും കാണാനില്ല. പക്ഷികളെല്ലാം കൂട്ടത്തോടെ പറന്നുപോയി. ഉദ്യാനങ്ങളൊക്കെ മരുഭൂമിയായി തീർന്നു. അതിലെ പട്ടണങ്ങൾ യഹോവയുടെ ഉഗ്രകോപത്താൽ ഇടിഞ്ഞു തകർന്നുപോയി. ദൈവത്തിന്റെ ഉഗ്രകോപത്താൽ യെരുശലേമും യഹൂദയും നാശത്തിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ വിളി കേട്ടനുസരിക്കാതെ പോയാൽ ഓരോ വ്യക്തി ജീവിതത്തിനും ഓരോ ദേശത്തിനും വരുന്ന നാശം ഭയാനകമാണ്. വേഴ്സ് 27-29. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവകോപമുണ്ടായാൽ ഞാൻ ദേശത്തെ ശൂന്യമാക്കും, എങ്കിലും ദൈവഭയമുള്ളവർ ദേശത്തുള്ളതുകൊണ്ട് ദേശത്തെ ഞാൻ പരിപൂർണമായി നശിപ്പിക്കുകയില്ല. ദൈവത്തിന് ന്യായവിധി വരുന്നത് കൊണ്ട് ഭൂമി വിലപിക്കും, ആകാശം കറുത്തിരുണ്ടു പോകും എന്ന് ദൈവം നിർണയിച്ച് അരുളി ചെയ്തിരിക്കുന്നു. കുതിരച്ചേവകരുടെയും സൈനികരുടെയും വില്ലാളികളുടെയും മുഴങ്ങുന്ന കാലൊച്ച ചിലമ്പ് കേട്ട് സകല നിവാസികളും ഭയപരവശരായി വീടുകളിൽ നിന്ന് മരുഭൂമിയിൽ പള്ളക്കാടുകളിൽ ചെന്ന് പാറകളിന്മേൽ കയറുന്നു. Then the cities of Judea will be deserted and no one will be live there. ഇസ്രായേലിന്റെ ഇടയനായ ദൈവത്തിന്റെ ഉഗ്രകോപം തന്റെ ജനത്തിന് നേരെ പുകയുന്നു. ദൈവിക നിയമം വിട്ടു നടന്നുകൊണ്ടാണ് ഇങ്ങനെ ദൈവകോപം സംഭവിച്ചത്. വേഴ്സ് 30-31. ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരേണ്ടതിനു പകരം യഹൂദ വേശ്യാവൃത്തിക്ക് തിരിഞ്ഞ് അവർ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേശ്യാവൃത്തിക്ക് പറ്റിയ തിളങ്ങുന്ന ചുമന്ന ഉടുപ്പുകളും തിളങ്ങുന്ന വസ്ത്രങ്ങളും ധരിച്ച്, കണ്ണെഴുതി, പൊന്നാഭരണം ധരിച്ച് വ്യർത്ഥമായി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പക്ഷെങ്കിൽ നിന്റെ ജാരന്മാർ നിന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ദൈവം ബാഹ്യമായ സൗന്ദര്യം നോക്കുന്നില്ല. The real beauty and security come from a relationship with God.
ഇവിടെ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും അധംപതിച്ച ജീവിതത്തെ കാണിക്കുന്നു. ഇന്നും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ശബ്ദം ദേശങ്ങളിൽ, ജനങ്ങളിൽ മുഴങ്ങുന്നു. പക്ഷെങ്കിൽ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞ് ബാഹ്യമായ ലോകത്തിലെ സുഖ സൗകര്യങ്ങളിലും ആഡംബരത്തിലും ലൗകിക മോഹങ്ങളിലും എളുപ്പം ധനികനാവുവാനുള്ള വ്യഗ്രതയിലും പേരും പ്രശംസയ്ക്കും സ്ഥാനമോഹത്തിനുമായി തൻ്റെ ആയുസ് വൃഥാവാക്കുന്നു. അങ്ങനെ മനുഷ്യൻ അവൻ തന്നെ അറിയാതെ ദൈവത്തിൽ നിന്ന് അകലുകയും ദൈവകോപത്തിനിരയായി നാശത്തിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. യിരെമ്യാവ് ഇസ്രായേൽ യഹൂദ ജനങ്ങളെ അവർക്ക് വന്ന നാശം നോക്കി അവരുടെ നിലവിളിയും ഒച്ചയും കേട്ട് അവരെ ഈറ്റുനോവ് കിട്ടിയവളെ പോലെയും കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവരുടെ ഞരക്കം പോലെയും ഉപമിക്കുന്നു. അവർ നെടിവീർപ്പിട്ടും കൈ മലർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം, എൻ്റെ പ്രാണൻ കുലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു. ദൈവം ജീവനുള്ള ന്യായാധിപതിയാണ്. ഹോശിയ 14 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കിയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരൂന്നും. അവൻ്റെ കൊമ്പുകൾ പടരും. അവൻ്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബാനോൻ്റേതുപോലെയും ഇരിക്കും. അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരി വള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിൻ്റെ കീർത്തി ലെബാനോനിലെ വീതിൻ്റേതുപോലെ ഇരിക്കും. ഇവിടെ ഇസ്രായേൽ യഹൂദജനം പാപം ചെയ്ത് ദൈവത്തിൽ നകന്നപ്പോൾ അവർക്കുണ്ടായ ദൈവകോപവും ദേശം ആൾപ്പാർപ്പില്ലാതെ മരുഭൂമിയും നിർജ്ജന പ്രദേശങ്ങളും ദേശത്തെയും ജനങ്ങളുടെയും അരിച്ചിതാവസ്ഥയും നമുക്ക് കാണാം. പക്ഷെങ്കിൽ ദൈവസ്നേഹം ഒരു ജനതയ്ക്കും രാജ്യത്തിനും വരുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും ദേശത്ത് നല്ല സമൃദ്ധിയും അഭിവൃദ്ധിയും അനുഭവപ്പെടുന്നതായി കാണാം. അതുകൊണ്ട് ദൈവകോപത്തിനിരകളാകാതെ പാപം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ദൈവകൃപയിൽ ദൈവിക സമാധാനത്തിൽ ജീവിപ്പാൻ സർവശക്തൻ നമുക്കേവർക്കും ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.